പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഇരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങോട്ട് അടുത്തോട്ട് വരുന്നുണ്ടോ? കസേര എടുത്തിങ്ങി പോര്. ഇത് നിങ്ങൾ പാകിസ്ഥാനിൽ, ഞാൻ ഇന്ത്യയിലുമാണ്. ഇനി അടുത്ത് പോരും. പറഞ്ഞേ താല്പര്യമുള്ളവർ വന്നാൽ മതി കേട്ടോ. ഇത് കുറച്ചുകൂടോ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇഷ്ടമുള്ളവർ വന്നാൽ മതി. ദൈവത്തിന് നന്ദി പറയാം. നമ്മളെ കർത്താവ് വീണ്ടും അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഇരുത്തുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് കരുണയ്ക്ക് നന്ദി പറയാം. സാധിക്കുന്നിടത്തോളം അടുത്തോട്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മുടെ മേൽ വെളിപ്പെടാൻ വചനത്തിന് മുമ്പിൽ നമ്മൾ ആദരവോടെ ഇരിക്കുകയാണ്. കർത്താവ് എപ്പോഴും നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കും. എപ്പോഴെന്നറിയാമോ? നമ്മൾ ദൈവവചനത്തെ ആദരിച്ചാൽ ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വചനത്തെ എന്ത് ചെയ്യണം? ആദരിക്കണം. ദൈവവചനത്തെ ആദരിക്കണം. അപ്പോൾ അതുകൊണ്ട് വചനത്തെ ആദരിച്ചാൽ ഐശ്വര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവവചനം കേൾക്കാൻ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മളേറ്റവും, അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് പോലെയും ആരാധന സമർപ്പിക്കുന്നത് പോലെയും അത്രയും പരിശുദ്ധമായ ഒരു കാര്യമാണ് ദൈവവചനത്തെ ബഹുമാനിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും ദൈവവചനത്തോട് വളരെ ഗൗരവമായ ഒരു താല്പര്യവും ശ്രദ്ധയും കാണിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കസേര മാറ്റുന്നതിനിടയിൽ എന്താണ്? ദൈവവചനത്തെ എന്തായിരുന്നു? വചനത്തെ ആദരിച്ചാൽ നമുക്ക് വലിയ ഉയർച്ചയും അനുഗ്രഹവും ദൈവം തരും. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ വചനത്തെ ബഹുമാനിച്ചാൽ അത് ദൈവത്തിന് വളരെ സ്നേഹമുള്ള ഒരു കാര്യമാണത്. ദൈവവചനത്തെ ബഹുമാനിക്കുന്നത് ദൈവത്തിന് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 20-ാമത്തെ തിരുവചനം: ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. കണ്ടോ? ദൈവവചനം ആദരിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവും.
അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കി. സുഭാഷിതങ്ങൾ, ഈ വചനം ശ്രദ്ധിച്ചോ, സുഭാഷിതങ്ങൾ 16:20, പ്രോവേർബ്സ് 16:20, സുഭാഷിതങ്ങൾ 16:20 വചനം പറയുകയാണ്, ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. അപ്പോൾ ഒന്നുകൂടെ വായിക്കാമോ? അത് സുഭാഷിതങ്ങൾ 16:20 വായിക്കാമോ? ദൈവവചനം ആദരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനത്തെ ബഹുമാനിക്കുന്നവന് അതിനാൽ തന്നെ ഐശ്വര്യം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ വചനം പ്രഘോഷിക്കപ്പെടുന്ന ആ സ്ഥലങ്ങളെയും വേദികളെയും എല്ലാം വളരെ ബഹുമാനിക്കണം. ഞാൻ ഇത്തിരി വിയേഡായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. വിയേഡെന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഇത്രയുള്ള ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. അതാണ് ഞാൻ വിയേഡെന്ന് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ, അതായത് ഒരു അതില്ലേലും കുഴപ്പമില്ല, അങ്ങൂരിക്കും അതില്ലേലും കുഴപ്പമില്ല, അതിൻ്റെ സൗണ്ട് ഭയങ്കര നോയ്സാണ്. അത് വേണ്ട, ഓക്കെ. അപ്പോൾ അതായത് ഈ ഇത്തിരി വിയേഡായിട്ട് തോന്നാം പറയാൻ പോകുന്ന ഉദാഹരണം എന്ന് വെച്ചാൽ, ഒരു സുവിശേഷകനോട് ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്, നീ സുവിശേഷം പറയാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറി നിൽക്കുമ്പോൾ നന്നായിട്ട് നല്ല ഡ്രസ്സ് ധരിക്കണം, നല്ല ഡ്രസ്സ് ധരിക്കണം. ഇത്തിരി വിയേഡാണ് ഇനി പറയാൻ പോകുന്നത്. അടിവസ്ത്രം വരെയും നല്ല നീറ്റായിരിക്കണം. ഇത്തിരി വിയേഡാണ്, എനിക്കറിയാം പറയുന്നത്. എന്തെന്നറിയാം, അതിനകത്ത് ഒരു കാര്യമുള്ളതുകൊണ്ടായി പറയുന്നത്. അതായത് ഒരു സുവിശേഷകൻ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പോയി നിൽക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നിൽക്കണം, നല്ല ഡ്രസ്സ് ധരിച്ച് പോകണം. അതെല്ലാ ഡ്രസ്സും പുറത്തിടുന്നതും അകത്തിടുന്നതും എല്ലാം ബെസ്റ്റായിരിക്കണം. എന്താണെന്നറിയാം, പരിശുദ്ധാത്മാവ് നിന്നിലൂടെ സംസാരിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവാണ് ഇറങ്ങി വരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഈ വചനം, ദൈവവചനം ഒരാൾ വളരെ ഗൗരവമായിട്ട് എടുത്താൽ അയാളെ ദൈവം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. എല്ലാ വിധത്തിലും അനുഗ്രഹിക്കുമെന്നതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മേഖലയിലുമില്ല അയാൾ അനുഗ്രഹിക്കപ്പെടാത്തതായിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ, നമ്മൾ ഈ കൺവെൻഷൻ എല്ലാം വരുമ്പോൾ ബൈബിൾ ഇല്ലാതെ വരരുത്. മനസ്സിലാവുന്നുണ്ടോ? ബൈബിൾ ഇല്ലാതെ വരരുതെന്ന് പറയാൻ കാരണം, നിങ്ങൾ ദൈവവചനത്തെ ആദരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ അടയാളമാണ് നിങ്ങൾ ഇത്തരം ശുശ്രൂഷകൾക്ക് വേദപുസ്തകവുമായി പോകുന്നത്. അത് പോകുന്നില്ലെങ്കിൽ അത് വേണമെങ്കിൽ നിസാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയാം, പക്ഷെ അത് നിസാരമല്ല. യു റെസ്പെക്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വചനങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ട്. എനിക്ക് ബൈബിൾ ഇല്ലെങ്കിലും ഞാൻ പറയാതെ. ഇനി ഇവിടെ വന്ന കിഴക്കെത്തെരുവിൽ നിന്ന് എനിക്കൊരു ബൈബിൾ കിട്ടാൻ ഒരു പാടുമില്ല. ഇവിടെ ഒരു ബൈബിൾ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് ബൈബിൾ ഇല്ലാതെയും വരാം. കുറേ വചനം എൻ്റെ തലയ്ക്കകത്ത്, ഞാൻ പറയാൻ പോകുന്നതൊക്കെ എൻ്റെ തലയിലുണ്ട്. ഇനി ഇവിടെ ഒരു ബൈബിൾ എനിക്ക് ചോദിച്ചാൽ കിട്ടുകയും ചെയ്യും. പക്ഷെ ഞാൻ ഈ കൺവെൻഷന് എൻ്റെ ബൈബിളുമായിട്ടാണ് വരുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അതിന് ഞാൻ അത്രയെങ്കിലും ദൈവത്തിന് വില കൊടുക്കണ്ടേ, ഞാൻ കർത്താവിൻ്റെ വചനം പറയുന്നതിന്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്തെന്നറിയാമോ? നമ്മൾ ദൈവവചനത്തെ ആദരിക്കണം. ഞാൻ ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ചേട്ടനെ കണ്ടു. ഒത്തിരി സന്തോഷമായി. കാരണം ബൈബിളും പിടിച്ച് നടന്നു വരുന്നു. അങ്ങനെ കാണണം. ദൈവവചനം ഇല്ലാതെ വരരുത്. നമുക്കെന്തെന്നറിയാമോ? ഈ സംസ്കാരം നമ്മൾ മാറ്റിയെടുക്കണം. ദൈവവചനത്തെ ബഹുമാനിക്കാത്ത, വചനത്തെ മാനിക്കാത്ത, വില കൊടുക്കാത്ത ഒരു സംസ്കാരം നമ്മുടെ ഇടയിലുണ്ട്. അതിന് നമ്മൾ മാറ്റണം. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നമ്മൾ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നവരോടെല്ലാം പറയുന്നത്, എവിടെ പോയാലും ബൈബിൾ കൊണ്ടുപോകണമെന്നാണ്. എവിടെ പോയാലും ബൈബിൾ കൊണ്ടുപോകണം. ഞങ്ങളുടെ ചില ശുശ്രൂഷകർ മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. അവർ കുരിശും പിടിച്ചിട്ടാണ് നടക്കുന്നത്. ആളുകൾ കളിയാക്കും, പരിഹസിക്കും, കുറ്റം പറയും. ഞങ്ങളുടെ ഒരു ശുശ്രൂഷക, ഒരു വോളണ്ടിയർ കുട്ടിയുടെ പേരൻസ് മീറ്റിങ്ങിന് സ്കൂളിൽ പോയപ്പോൾ കുരിശും പിടിച്ചിട്ടാണ് പോയത്. കളിയാക്കി ആളുകൾ, എല്ലാവരും കളിയാക്കി. പക്ഷെ അവർക്ക് പ്രശ്നമൊന്നുമില്ല.
അവർ അസാധാരണമായ തൊലിക്കെട്ടി ദൈവത്തിൽ നിന്ന് സമ്പാദിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് കളിയാക്കലൊന്നും കുഴപ്പമൊന്നുമില്ല. കുരിശും പിടിച്ചിട്ടാണ് നടക്കുന്നത്. ബൈബിളില്ലാതെ പോകാൻ പാടില്ല. ബൈബിൾ പിടിച്ചിട്ടാണ്. അതിനകത്ത് പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ജോലി ചെയ്യുന്നവരാണ്. ഓഫീസിലൊക്കെ അവർ ബൈബിളും കൊണ്ടാണ് പോകുന്നത്. 2 ദിവസത്തേക്കേ ഉള്ളൂ ആളുകളുടെ പരിഹാസം. 3-ാം ദിവസം മുതൽ അവർ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുന്ന ആളാണ് എന്ന് കാണുമ്പോൾ ഒരു 2 ദിവസത്തേക്ക് ആളുകൾ പരിഹസിക്കത്തുള്ളൂ. നാളെ മുതൽ അവർ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും. ഞാൻ സുവിശേഷ വേല ആരംഭിക്കുന്ന കാലത്ത് ഞാൻ ഒത്തിരി പരിഹാസം കേട്ടിട്ടുള്ള ആളാണ്. ഒരുപാട് പരിഹാസം. മനസ്സിലായോ? കുറച്ച് കാലത്തേക്കേ ഉള്ളൂ പരിഹാസം. പിന്നെ പരിഹസിക്കുന്നവർ തന്നെ നമ്മളെ വിളിച്ച് ധ്യാനം നടത്തിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ലേ? പരിഹസിച്ചവർ തന്നെ നമ്മളെ വിളിച്ചിട്ട് ധ്യാനം നടത്തിക്കും. ആദ്യം പരിഹസിച്ച ആളുകൾ തന്നെ പിന്നെ ഒന്ന് പ്രസംഗിക്കാമോ എന്ന് ചോദിക്കും. ആദ്യം പരിഹാസമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗമം, ദൈവവചനവുമായിട്ട് വരണം. വചനവുമായിട്ട് വന്ന് കർത്താവിൻ്റെ അടുത്തിരിക്കണം. വചനത്തെ ബഹുമാനിക്കണം. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇപ്പം എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായോ? എന്നെ ബഹുമാനിച്ച്, ഞാൻ തുറന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാൻ വേണ്ടി, എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു സ്ഥലത്തും എനിക്ക് 100% ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും, എന്നെ സ്വീകരിച്ചത് കുറഞ്ഞു പോയി, എനിക്ക് ചായ തന്നില്ല, കാപ്പി തന്നില്ല, എനിക്ക് ഭക്ഷണം തന്നില്ല, എനിക്ക് തന്ന മുറി ചെറുതായിരുന്നു, അല്ലെ എന്നെ കൊണ്ടുപോകാൻ വണ്ടി വന്നില്ല. ഇങ്ങനെ ഇന്ന് വരെ ഒരക്ഷരം ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. മനസ്സിലായോ? പറയത്തുമില്ല. കാരണം ഞാൻ ബഹുമാനത്തിന് അർഹനായ ഒരാളല്ല. പക്ഷെ ദൈവവചനത്തെ മാനിക്കാത്തൊരു സ്ഥലത്ത് പരിശുദ്ധാത്മാവ് വരുത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. വചനത്തെ ബഹുമാനിക്കാത്തൊരു സ്ഥലത്ത് പരിശുദ്ധാത്മാവ് 7 അയലത്ത് പോലും വരുത്തില്ല. എന്നാൽ നിങ്ങൾ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ അവിടെ നിങ്ങൾ വചനത്തെ മാനിക്കുന്നവരാണെങ്കിൽ ഫ്രം ഡേ 1, ഫ്രം മോമെൻറ്റ് 1 പരിശുദ്ധാത്മാവോടെ ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം. ഞാനിത് ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ്. ഞാൻ പറയാൻ കാരണം ഒരുപാട് എൻ്റെ മനസ്സിൽ പല കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ തുറന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക, നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയട്ടെ നിങ്ങളോട്, ഇപ്പോൾ നമ്മൾ സുവിശേഷം പറയാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഇപ്പം ഞാനിപ്പോൾ ഏതാണ്ട് 17-18 വർഷത്തിലധികമായി, കൃത്യമായിട്ട് പറഞ്ഞാൽ 19 വർഷത്തിലധികമായി ശരിക്കും ഈ സുവിശേഷം ശരിക്കും പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. അച്ഛനാവുന്നതിന് മുമ്പ് തന്നെ പ്രസംഗിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 19 കൊല്ലമാണെന്ന് എടുത്തോ. 19 കൊല്ലമായിട്ട് മുടങ്ങാതെ എല്ലാ ദിവസവും 19 കൊല്ലമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാൾ ഇതിനോടകം ഇതൊക്കെ ഹൈലി പ്രൊഫഷണൽ ആവേണ്ടതാണ് അല്ലേ? നിങ്ങൾ പറ. 19 കൊല്ലമായിട്ട് ഒരാൾ ഒരേ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ആയുസ്സിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും എല്ലാം ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 19 കൊല്ലമായിട്ട് മുടങ്ങാതെ സുവിശേഷം പറയാൻ പോകുന്ന ഒരാൾ ഇതിനോടകം പ്രൊഫഷണൽ ആവേണ്ടതാണ് അല്ലേ? ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയട്ടെ. ഓരോ സ്ഥലത്തും കയറി നിൽക്കുമ്പോൾ ചില സ്ഥലത്ത് ദൈവം ഇഷ്ടം പോലെ തരും. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തല്ലായിരിക്കും. നമ്മളൊരു രാക്ഷസനെ പോലെ ഈ സ്റ്റേജിൽ നിൽക്കും. അസാധാരണമായി ദൈവശക്തി വെളിപ്പെടും. അസാധാരണമായ സൗഖ്യങ്ങൾ വ്യാപരിക്കും. അസാധാരണമായ മാനസാന്തരങ്ങളുണ്ടാവും. വചനമൊക്കെ ഇങ്ങനെ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കും. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അടഞ്ഞു പോവും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി? 19 കൊല്ലമായിട്ട് ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സ്വന്തം അറിവിൽ നിന്നും അനുഭവത്തിൽ നിന്നും വേണേൽ പറയാവുന്നേ ഉള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവ് നാവ് കെട്ടും, ഒരക്ഷരം തരത്തില്ല. നമ്മൾ കിടന്ന് വിഷമിക്കും, നമ്മൾ കിടന്ന് വേവലാതിപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? എന്താ കാര്യം എന്നറിയാമോ? വചനത്തെ ബഹുമാനിക്കാത്ത ഒരു ജനമാണെങ്കിൽ അവിടെ ആത്മാവ് ഒന്നും സംസാരിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് നിങ്ങൾ പോകേണ്ടി വരും. എന്നാൽ നിങ്ങൾ വചനത്തെ ബഹുമാനിക്കുന്നൊരു ജനമാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ സമയമില്ല. ഞാൻ ആമുഖമായിട്ട് ചില കാര്യങ്ങളെന്ന് പറയും. ഇനി അത് കഴിഞ്ഞ് നാളെ മുതൽ അടുത്ത 3 ദിവസത്തേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ ഞാൻ ആത്മാവ് വെളിപ്പെടുത്തുന്ന ചില പ്രധാനപ്പെട്ട ബോധ്യങ്ങൾ പങ്കുവെക്കും. ഇന്ന് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ വചന ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ദൈവവചനത്തെ മാനിച്ച് ബൈബിളുമായിട്ടേ വരാവൂ. അത് നിങ്ങൾ തുറന്നാലും തുറന്നില്ലെങ്കിലും ബൈബിളുമായിട്ടേ വരാവൂ. നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ വേദപുസ്തകം ഉണ്ടാവാം. കർത്താവ് അരുളി ചെയ്ത വാക്കുകളാണിത്. വചനം പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ
വിശ്വസിച്ചവൾ ഭാഗ്യവതി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതായത് ഇത് കർത്താവ് അരുളി ചെയ്ത വാക്കുകളാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ദൈവം വേണ്ടതെല്ലാം തരും. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകണ്ട. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകണ്ട. ദൈവം മിറാക്കുലസായി സഹായിക്കും, അത്ഭുതകരമായിട്ട് സഹായിക്കും. ദൈവത്തിൻ്റെ ചൈതന്യവും ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാ മക്കളും അനുഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്കൊരു സംശയവും വേണ്ട, ദൈവം അവിടുത്തെ അത്ഭുതകരമായ കരം നീട്ടി സ്പർശിക്കും. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ ബ്രിങ് യുവർ ബൈബിൾ, നിങ്ങൾ വേദപുസ്തകമായിട്ട് വരിക, എന്നിട്ട് വചനത്തെ ഗൗരവമായിട്ട് കേൾക്കുക. ദൈവം എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുക. അപ്പോൾ അത് കർത്താവിൻ്റെ ആത്മാവ് വലിയ കൃപ തരും. നമ്മൾ ഈ കൊട്ടാരക്കര കൺവെൻഷനൊക്കെ നടക്കാൻ നിങ്ങൾ ഡേറ്റ് തന്ന നിമിഷം മുതൽ ആ ദിവസം മുതൽ ഇതിനുവേണ്ടി പ്രാർത്ഥന നടക്കുന്നുണ്ട്. മനുഷ്യർ നിങ്ങൾ പുറകോട്ട് ചെന്ന് നോക്കണം. അതായത് അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും അവരുടെ വീടിന് വേണ്ടി ഹൃദയം പൊട്ടി കരഞ്ഞ് നിലവിളിച്ചാണ് ദൈവമേ ഈ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഉപവസിച്ചും പരിത്യാഗം ചെയ്തും പ്രായശ്ചിത്തം ചെയ്തും മുട്ടയിൽ നിന്നും കർത്താവിൻ്റെ ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടി ജനം മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ അതിനെ അത്രയും സീരിയസ് ആയിട്ട് എടുക്കാം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അത്രയും സീരിയസ് ആയിട്ട് എടുക്കാം. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ അതുപോലെ തന്നെ നിങ്ങളോട് പറയുകയാണ്, അതായത് ഏറ്റവും ശ്രദ്ധയും ഏറ്റവും താല്പര്യവും ദൈവവചനത്തിനുണ്ടായാൽ കർത്താവ് നമ്മളെ കലവറ തുറന്ന് അനുഗ്രഹിക്കും. മനസ്സിലായോ? അത് നിങ്ങൾക്ക് അതിനകത്തൊരു സംശയം വേണ്ട. ഞാൻ അനുഭവങ്ങൾ പറയാത്തത് ഞാൻ വചനത്തിൽ നിന്ന് മാറിപ്പോയി സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ്. ഞാനൊരു 10,000 അല്ല 1,00,000 അനുഭവം പറയട്ടെ. അതായത് ദൈവം നമുക്ക് അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിക്കും. അയ്യോ അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കും. അതായത് ദൈവം നമുക്ക് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ഒരവസ്ഥ തരില്ല. വചനത്തിൽ കിടപ്പുണ്ട്, വ്യക്തമായിട്ട് യെശയ്യാ പറയുന്നുണ്ട്, തനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം. ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഭാരം ഉണ്ടാവാൻ ഇടയാവില്ല. നമ്മളെ ദൈവം അതുപോലെ കരുതും. ഒറ്റ കാര്യമേ ഉള്ളൂ, അവിടുന്ന് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കണം. ലോകം പറഞ്ഞ കഥകൾ വിശ്വസിച്ച് പരിചയിച്ച ആളുകളാണ് നമ്മൾ. ലോകം പറഞ്ഞ എത്രയോ മണ്ടത്തരങ്ങൾ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങൾ പറ, ലോകം പറഞ്ഞ എത്രയോ. 1-ാം തീയതി കാണുന്ന ഒരാളാണ് എൻ്റെ ഈ മാസം തീരുമാനിക്കാൻ പോകുന്നത്. ഇതൊരു നുണയല്ലേ? അത് നമ്മൾ വിശ്വസിച്ചില്ലേ? ഈ ഭിത്തിയിലിരിക്കുന്ന പല്ലി ചലച്ചാൽ നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലേ? പൂച്ച കുറുക്ക് ചാടിയാൽ അന്നത്തെ നിങ്ങളുടെ കാര്യം ശുഭകരമാവില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലേ? വീടിൻ്റെ സ്ഥാനം നിർണയിച്ചതാണ് നിങ്ങളുടെ സകല കുഴപ്പത്തിനും കാരണം എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലേ? വാസ്തു കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഗുണപ്പെടാത്തതെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലേ? ജാതകവും ജ്യോതിഷവും വാരഫലവും പത്രത്തിൽ വരുന്ന വാരഫലം അനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിശ്വസിച്ചില്ലേ? ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, ഏതോ ഒരു ചൈനീസ് ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷനിൽ എന്തോ ഒരു ഭൂതം ഇങ്ങനെ നമ്മുടെ അടുത്ത ആഴ്ചയൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയും, അതെല്ലാം പറയുന്നതൊക്കെ കറക്റ്റാന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, മാറാത്ത ഒരിക്കലും ജീവിതത്തിൽ ഇന്ന് വരെയും പറഞ്ഞ വാക്കിന് വ്യത്യാസം വരുത്താത്ത ദൈവം പറഞ്ഞത് എന്താ വിശ്വസിക്കാൻ അത്ര ബുദ്ധിമുട്ട്? ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ജീവിതം മുഴുവൻ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത പ്രവർത്തികൾ കൊണ്ട് ദൈവം നമ്മളെ അലങ്കരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട അവസ്ഥ വരാതെ ദൈവം കാത്തു സൂക്ഷിക്കും. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ച് അകലപ്പെടണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും, അത്രയും ഉറപ്പോടെ പറയാൻ പറ്റും, ഒരിക്കലും ദൈവമുണ്ട് ഇളകാത്ത ഒരു അടിത്തറ എന്നാണ് വചനം പറയുന്നത്. ഇളകാത്ത ഒരു അടിത്തറ, മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? ഇളകും, ബാക്കിയെല്ലാം ഇളകും. ദൈവം ഉറപ്പിച്ച അടിത്തറ അത് അനങ്ങത്തില്ല. അപ്പൊ ദൈവം ഉറപ്പിക്കണമെങ്കിൽ അത്രയും നമ്മൾ ദൈവവചനത്തെ മാനിക്കണം. ദൈവവചനത്തെ മാനിച്ചാൽ നമ്മൾ കൺവെൻഷന് വരിക എന്നുള്ളതല്ല പ്രധാനം. കൺവെൻഷന് വരുമ്പോൾ
വചനത്തെ ഗൗരവമായിട്ട് എടുക്കാന്നുള്ള പറഞ്ഞത്. ഇത് മനസ്സിലായോ? ഇത്രയും അതിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യരുത്. നിങ്ങൾ ദൈവവചനമായിട്ട് വരണം. നിങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ, സാരമില്ല, ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട് വായിക്കാൻ. നിങ്ങളുടെ കയ്യിൽ ആ ബൈബിൾ ഇരിക്കട്ടെ, അത് കർത്താവിൻ്റെ വചനമാണ്. ആ വചനവും കൊണ്ട് നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവം നിങ്ങൾക്ക് കാവലാവും, കൂട്ടാവും, അനുഗ്രഹമാവും, ശക്തിയാവും, അഭിഷേകമാവും, കൃപയാവും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല ധർമ്മ സങ്കടങ്ങളിലേക്കും ദൈവത്തിൻ്റെ ആ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ആ ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവശക്തി ഒഴുകും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം. പിന്നെ ഒരു ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ ഉറക്കെ, കൊള്ളാം, ഉറക്കെ വായിച്ചേ. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. മനസ്സിലായോ? അവിടുന്ന് കോട്ട കെട്ടി, കോട്ട കെട്ടി. അതായത് ഏത് വിധേനയും നമ്മുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു ഇരുണ്ട ലോകത്തിൻ്റെ ശക്തി നമ്മുടെ ചുറ്റിനും നാം അറിയാതെ നിലനിൽക്കുന്നുണ്ട്. അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ ലോകം മുഴുവൻ പിശാചിൻ്റെ ശക്തി വലയത്തിലാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. പിശാചിൻ്റെ ശക്തി വലയത്തിനകത്ത്, അതിനകത്താണ് ദൈവമക്കളെ ദൈവം നിർത്തിയിരിക്കുന്നത്. അന്ത്യവിധി വരെയും സാത്താൻ്റെ കെണികളും പ്രലോഭനങ്ങളും സാത്താൻ നമുക്ക് നേരെ നടത്തുന്ന ഉദ്യമങ്ങളും നിലനിൽക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നമ്മളൊരു സാത്താന്യ ലോകത്തിനകത്താണ് ദൈവമക്കളുടെ ജീവിതം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുന്നതോടുകൂടി നിങ്ങൾക്കെതിരെ ഒരു പൈശാചിക രാജ്യം നിൽപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് അവൻ എപ്പോഴും 24 മണിക്കൂറും 365 ദിവസവും മടുപ്പില്ലാതെ, ക്ഷീണമില്ലാതെ, മുടക്കമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് സാത്താൻ്റെ ഓഫീസ്. നമ്മൾ കടയടച്ചാലും അവൻ അടയ്ക്കുന്നില്ലെന്ന് ഓർത്തോണം. നമ്മൾ കട പൂട്ടിയാലും അവൻ കട പൂട്ടുന്നില്ലെന്ന് ഓർത്തോണം. നമ്മൾ ഓഫീസ് പൂട്ടിയാലും അവൻ ഓഫീസ് പൂട്ടുന്നില്ലെന്ന് ഓർത്തോണം. അപ്പോൾ അത് നമ്മളെ ഭയപ്പെടാനല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അങ്ങനെ ഒരു പൈശാചിക ലോകം വിശ്വസിക്കുന്ന മക്കളുടെ ചുറ്റിനും ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ള ഈ പൈശാചിക ലോകത്തിൻ്റെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ വചനം പറയുകയാണ്, കോട്ട കെട്ടണം. കോട്ട ജോബ് 1:10 പറയുന്നുണ്ട്, അവിടുന്ന് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. അവിടുന്ന് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. ജോബ് 1:10. അവിടുന്ന് അവനും അവൻ്റെ ഭവനത്തിനും അവൻ്റെ സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. എല്ലാ പ്രവൃത്തികളിലും അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഇതാണ്, ശ്രദ്ധിക്കാമോ? അതായത് ദൈവം വേലി കെട്ടണം എന്ന് പറഞ്ഞാൽ സക്കറിയ 9:8 പറയുന്നുണ്ട്, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും ഞാൻ പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ദൈവം കോട്ട കെട്ടണം എന്ന് പറഞ്ഞേ, ദൈവം കോട്ട കെട്ടണം. വേറെ ആര് പൊതിഞ്ഞാലും ആ കരങ്ങളെ ഭേദിക്കാൻ സാത്താന് ശക്തിയുണ്ട്. വേറെ ആര് പൊതിഞ്ഞാലും ആ കരങ്ങളെ ഭേദിക്കാൻ സാത്താന് ശക്തിയുണ്ട്. ദൈവം പൊതിയണം, ദൈവം സംരക്ഷിക്കണം, ദൈവം കാത്തു സൂക്ഷിക്കണം, ദൈവം കരുതണം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വാഗ്ദാനം കിടപ്പുണ്ട് യോഹന്നാനിൽ. വചനം പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ നിന്ന് ആരും അവരെ പിടിച്ചെടുക്കുകയില്ല. എൻ്റെ കയ്യിൽ നിന്ന് ആരും അവരെ പിടിച്ചെടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ്. അത് ഉറപ്പുള്ള വാഗ്ദാനമാണ്. അതൊരു മുദ്ര വെക്കപ്പെട്ട വാഗ്ദാനമാണ്. എന്താണ് ആ വാഗ്ദാനം? എൻ്റെ കയ്യിൽ നിന്ന് ആരും അവരെ പിടിച്ചെടുക്കില്ല, കർത്താവ് പറയുകയാണ്. അപ്പോൾ അത്രയും സംരക്ഷണം, അത്രയും ശക്തി തരുന്ന അത്രയും ശക്തമായ ഒരു കോട്ടയാണ്. ഏത് കോട്ട? ദൈവം കെട്ടിയ കോട്ട. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പറയുന്നുണ്ട് സക്കറിയ 2:5 പറയുന്നുണ്ട്, ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും, ഞാൻ അതിന് മധ്യേ അവരുടെ മഹത്വമായിരിക്കും. ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലായിരിക്കണം, പല കാര്യങ്ങൾ കൊണ്ട് മതിൽ കെട്ടാം. മനസ്സിലായില്ലേ? കമ്പും കാലും കൊണ്ട് നിങ്ങൾക്ക് വേലി കെട്ടാം. അതുപോലെ നിങ്ങൾക്ക് ഈ മുള്ളുവേലി കെട്ടാൻ നമ്മൾ കല്ലും മുള്ളുവേലി ഉപയോഗിച്ച് മതിൽ കെട്ടാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ കോൺക്രീറ്റ് മതിലുകൾ കെട്ടാം, പാറ കൊണ്ട് മതിൽ കെട്ടാം. എന്നാൽ ബൈബിൾ പറയുന്നൊരു മതിൽ എന്ത് മതിലാണെന്നറിയാമോ? അത് തീ മതിലാണ്. തീ മതിൽ, അഗ്നി കൊണ്ടുള്ള
കോട്ട. അഗ്നി കൊണ്ടുള്ള കോട്ട ദൈവം കെട്ടുന്നത് ആർക്ക് ചുറ്റുമെന്നറിയാമോ? അവിടുന്ന് പറയുന്നുണ്ട്, അതായത് ഞാൻ അതിന് മധ്യേ അവരുടെ മഹത്വമായിരിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർക്ക് ചുറ്റുമാണ് ദൈവത്തിൻ്റെ തീ മതില് ഉയരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായ? ദൈവത്തിന് എവിടെ മഹത്വം ഉണ്ടോ അവർക്ക് ചുറ്റും ഒരഗ്നിയുടെ കോട്ടയുണ്ട്. ദൈവത്തിന് എവിടെ മഹത്വം കൊടുക്കുന്നുണ്ടോ, ദൈവത്തിന് എവിടെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ, ദൈവത്തിനെ ആദ്യ സ്ഥാനത്ത് എവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ടോ അവിടെ എന്തുണ്ട്? അവിടെ ഒരു തീ മതില് വിശ്വാസിക്ക് ചുറ്റും. അവർ കാണുന്നില്ലെന്നേ ഉള്ളൂ, വിശ്വാസിക്ക് ചുറ്റും ഒരു തീ മതില് ദൈവം ഉയർത്തുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഈ കോട്ട അതെങ്ങനെയെന്നറിയാം? വചനം പറയുകയാണ്, 8-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം അരുളി ചെയ്തു. എന്താണ് പറയുന്നത്? ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ, ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് അവിടുന്ന് സുശക്തമായ കോട്ട കെട്ടി. അപ്പോ ഈ കോട്ടയ്ക്ക് ഉപയോഗിച്ച മറ്റീരിയൽ പാറയും മണലും കമ്പിയും സിമെന്റും ഒന്നുമല്ല. എന്താണ് ആ മറ്റീരിയൽ? സ്തുതി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയുന്നത്, സ്തുതിക്കുമ്പോ, മഹത്വം കൊടുക്കുമ്പോ, ആരാധിക്കുമ്പോ വിശ്വാസി അറിയണം ആ വ്യക്തിക്ക് ചുറ്റും അവരറിയാത്ത ഒരു അഗ്നിക്കോട്ട ഉയർത്തപ്പെടുന്നുണ്ട്, ദൈവം ഉയർത്തുന്നുണ്ട്. ഒരു കോട്ട ഉയർത്തി ദൈവം സംരക്ഷിക്കുന്നുണ്ട് സ്തുതിക്കുന്ന സമയത്ത്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഒരു ഹല്ലേലൂയ പറയുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്, കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ഉച്ചത്തി ദൈവത്തെ ആരാധിക്കുന്നത് പാഴായി പോകും നിങ്ങൾ വിചാരിക്കരുത്. പാഴായിപ്പോവില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ അതായത് ഒരു കല്ലെടുത്ത് അതിൻ്റെ മേളെ വേറൊരു കല്ല് വെച്ച് കോട്ട കെട്ടി പൊക്കുന്നത് പോലാണ് ഓരോ സ്തുതിയും നമുക്ക് ചുറ്റുമുള്ള സംരക്ഷണത്തിൻ്റെ മതിലുയർത്തുന്ന അസംസ്കൃത വസ്തുക്കളായി മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എന്തെന്നറിയാമോ? വിട്ടുകൊടുത്ത് സ്തുതിക്കണം. ആരെ നിങ്ങൾ നോക്കരുത്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിന് ലോകത്തൊരു മനുഷ്യൻ്റെയും സർട്ടിഫിക്കറ്റ് നോക്കിയിരിക്കരുത്. ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു മനുഷ്യർ. ഇന്ന് 3 ചെറുപ്പക്കാർ ഇന്ന് രാവിലെ ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്നു. തൊടുപുഴ ഭാഗത്തു നിന്ന് വന്നതാണ്. 3 ചെറുപ്പക്കാർ, യോഗ്യന്മാർ, മിടുക്കന്മാർ, സുന്ദരന്മാർ, ആരോഗ്യമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ. അവരുടെ 3 പേരുടെയും കയ്യിൽ ഈ പൊക്കമുള്ള 3 കുരിശുണ്ടായിരുന്നു. അവരെന്തിനു വന്നെന്നറിയാമോ? ലുലു മോളിൻ്റെ മുമ്പിൽ നിന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വന്നതാണ്. ഈ കുരിശും പിടിച്ചുകൊണ്ട്, അതായത് ഈ ടെക്കികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ടെക്നോ പാർക്കും അതെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഈ നമ്മുടെ ഈ ലുലു മാളിൽ നിൽക്കുന്നത്. ആ ഭാഗത്ത് 10,000-കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് ഈ ചെറുപ്പക്കാർ യേശുവിനെ പ്രതി നാണക്കേടുകൾ സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് ഈ കുരിശും പിടിച്ച് അവിടെ നിന്ന് വചനം വായിക്കാൻ, അപ്പസ്തോല പ്രവർത്തനം വായിക്കാനും കുരിശിൻ്റെ വഴി ചൊല്ലാനുമായിട്ട് രാവിലെ മുതൽ പോയിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്താ സംഭവിക്കുന്നത്? അവരെ സംബന്ധിച്ച് അവർ കർത്താവിനെ പ്രതി ഏൽക്കുന്നത് അവർ ഒരു പൂച്ചണ്ട്, ഒരു അംഗീകാരമായിട്ടാണ് അവർ കാണുന്നത്. നമ്മൾ ബൈബിൾ പഠിക്കുന്ന സമയത്ത് മനുഷ്യർ നമ്മളെ നിന്ദിക്കുന്നു, നമ്മൾ സ്തുതിക്കുന്ന സമയത്ത് മനുഷ്യർ നമ്മളെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഈ ലോകം പറയുന്ന ഒരു പുകഴ്ചയ്ക്ക് ഒരു വിലയില്ല. ഒന്ന് ഇന്ന് നന്മ പറയുന്നവർ നാളെ കുറ്റം പറയും. വല്ല സംശയമുണ്ടോ? വല്ല സംശയമുണ്ടോ? ഒരു കാര്യമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായില്ലേ? ഞാൻ ഈ നന്ദി പറയുന്ന സമയത്ത് നിൽക്കാറില്ല, ഞാൻ അപ്പം തന്നെ മുങ്ങും. കാര്യം എന്തെന്നറിയാം? ഒരു കാര്യമില്ല. ഇന്ന് നന്ദി പറഞ്ഞാൽ നാളെ നിന്ന പറയാൻ അധിക സമയമൊന്നും വേണ്ട. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊന്നും കേട്ട് നമ്മൾ വലിയ ആളായിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഒറ്റ സർട്ടിഫിക്കറ്റിന് ലോകത്ത് വിലയുള്ളൂ. സ്വർഗത്തിലെ ദൈവം നിന്നെക്കുറിച്ച് എന്ത് പറയും? ദൈവം മാനിച്ചാൽ അത് മതി. ലോകം തരുന്നൊരു മാനം വേണ്ടാന്ന് കണക്ക് കൂട്ടിക്കോണം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നാവും പൂട്ടി മിണ്ടാതിരിക്കരുത്. ദൈവത്തെ ആരാധിക്കാൻ മിണ്ടാതിരിക്കരുത്. വാ പൂട്ടി മിണ്ടാതിരിക്കരുത്. ദൈവത്തെ സ്തുതിച്ചോണം. അപ്പോൾ നിന്നെ ആളുകൾ കളിയാക്കും. ബുദ്ധിയുള്ളവർ കളിയാക്കും, ഇപ്പോൾ സമ്പത്തുള്ളവർ കളിയാക്കും, വിദ്യാഭ്യാസമുള്ളവർ കളിയാക്കും, ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ കളിയാക്കും, ഡിഗ്രി ഉള്ളവർ കളിയാക്കും, വലിയ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ കളിയാക്കും. അപ്പോൾ അതിനെല്ലാം എന്തായിട്ട് കണക്ക് കൂട്ടണം? ദൈവം തരുന്ന അംഗീകാരങ്ങളായിട്ട് കണക്ക് കൂട്ടണം. അതെല്ലാം വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞ് പോകണം. അവിടെ എന്തെന്നറിയാമോ? വേറെ ഒരു മനുഷ്യനും കൂടെ ഇല്ലെങ്കിലും ദൂതന്മാർ കാവലുണ്ടാവും, മാലാഖമാർ സഹായത്തിനുണ്ടാവും, പരിശുദ്ധമ്മ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും, പിതാവ് കൈവരിച്ച് അനുഗ്രഹിക്കും, ഈശോ കയ്യിലെടുത്ത് കൊണ്ടു നടക്കും, സ്വർഗം മുഴുവൻ കാവലുണ്ടാവും. ഒരു കാലത്ത് നിന്നെ ചവിട്ടിത്തേക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ദൈവം നിന്നെ നട്ടല് നിവർത്തി, നെഞ്ച് നിവർത്തി, തല ഉയർത്തി നിൽക്കാൻ ഇടയാക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരുത്തൻ്റെ സർട്ടിഫിക്കറ്റിന് നോക്കിപ്പോകരുത്. മനുഷ്യൻ എന്ത് പറഞ്ഞാലും അതിന് ട്രാഷ് ബിന്നിൽ ഇടാനുള്ള വിലയെ കൊടുക്കാവൂ. പറഞ്ഞേ ഹല്ലേലൂയാ.
ദൈവത്തെ ആരാധിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടൽ പരിശുദ്ധാത്മാവ് തരും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാം മറന്ന് ദൈവത്തെ വിളിക്കണം. അപ്പോൾ ഇനി ഒന്ന് ഒരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എസെക്കിയേൽ 36 എടുക്കണ്ട. എസെക്കിയേൽ 36 കർത്താവിൻ്റെ വചനം പറഞ്ഞു, ഞാൻ നിന്റെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിന്നെ ഞാൻ ശുദ്ധീകരിക്കും. ഞാൻ നിന്റെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിന്നെ ഞാൻ ശുദ്ധീകരിക്കും. നമ്മളിപ്പോൾ വിശുദ്ധജലം തളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഈ ദിവസങ്ങളിൽ ഈ അന്തരീക്ഷം മുഴുവൻ പ്രാർത്ഥനയും അതിൻ്റെതായ ഒരുക്കമൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ദൈവജനം ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ശക്തമായിട്ട് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അപ്പോൾ ഇപ്പോൾ അച്ഛന്മാർ വന്ന് വിശുദ്ധജലം തളിച്ച് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മളെല്ലാം മറന്ന് ഒന്ന് വിട്ടുകൊടുത്ത് സ്തുതിക്കണം. ഒന്ന് ദൈവവചനം നമുക്ക് കിട്ടണം. വചനം ദൈവം സംസാരിക്കണം. കർത്താവ് ഈ ദേശത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വചനം അവിടുന്ന് സംസാരിക്കണമേ നിങ്ങൾ ആഗ്രഹിക്കണം. ഒരു വചനം കൂടെ ഞാൻ വായിക്കുന്നത് നിങ്ങൾ കാത് തുറന്ന് കേട്ടുകൊള്ളുക. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 147 സങ്കീർത്തനത്തിൽ അവിടുന്ന് പറയുകയാണ്, ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കണം, സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തണം. എന്താണ് പറഞ്ഞത്? ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കണം. എന്ന് പറഞ്ഞേ, ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കണം. പറയൂ, ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക. പറഞ്ഞേ, സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക, സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ജെറുസലേമേ നീ നിന്റെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സിയോനെ നീ നിന്റെ ദൈവത്തെ പുകഴ്ത്തുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്യുന്നു? അവിടുന്ന് നിന്റെ കവാടത്തിന്റെ ഓടാമ്പലുകളെ ബലപ്പെടുത്തും. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞോ, പ്രൊട്ടക്ഷൻ, സംരക്ഷണം. യശ്രൂൺ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. യശ്രൂൺ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായ വികായത്തിലൂടെ മേഘത്തിന്മേൽ എഴുന്നള്ളുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അത് ശ്രദ്ധിക്കണം പ്രിയ മക്കളെ. അതായത് ജെറുസലേമേ നീ കർത്താവിനെ സ്തുതിക്കുമ്പോൾ, സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുമ്പോൾ നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. നിന്റെ ഓടാമ്പലുകൾ, നിന്റെ കവാടത്തിന്റെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് സ്തുതിക്കുന്ന സമയത്ത് ദൈവിക സംരക്ഷണം ദൈവമക്കളുടെ ചുറ്റും ഉയർത്തപ്പെടുകയാണ്. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി വിട്ടുകൊടുത്തൊന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 14-ാമത്തെ അധ്യായമാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 14-ാമത്തെ അധ്യായം. ബൈബിൾ തുറക്കുക. മത്തായി 14. നമുക്ക് ആദ്യത്തെ ഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം. അക്കാലത്ത് സാമന്ത രാജാവായ ഹെറോദേസ് യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ട് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപക യോഹന്നാനാണ്. ഉച്ചത്തി വായിക്കാമോ? മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത്. ഹെറോദേസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത്. എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു, അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല. ഹെറോദേസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ ജനത്തെ ഭയപ്പെട്ടു. എന്തെന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. ഉറക്കെ വായിച്ചേ. ഹെറോദേസിന്റെ ജന്മദിനത്തിൽ ഹെറോദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. തന്മൂലം അവൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു. അവൾ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞു, സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക. രാജാവ് ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അതവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു. അവൻ കാരാഗൃഹത്തിന് ആളയച്ച് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി. അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവൻ്റെ ശിഷ്യർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു. അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ അധ്യായം മുഴുവനിലേക്കും കടന്നു പോകും. അപ്പം നമുക്കിന്ന് തുടങ്ങാൻ വേണ്ടി ഈ ആദ്യ ഭാഗം നമ്മൾ എടുക്കുകയാണ്. വചനത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വചനത്തിന് മുമ്പിൽ ബഹുമാനത്തോടെ ഇരുന്ന് കർത്താവെ അങ്ങ് സംസാരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ കേൾക്കുകയാണ്.
അക്കാലത്ത് സാമന്ത രാജാവായ ഹെറോദേസ് യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപക യോഹന്നാനാണ്, മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ ശക്തി അവനിൽ പ്രവർത്തിക്കുന്നത്. ഇതൊരു കുറ്റബോധമാണ്. ഇത് ഒരു കുറ്റബോധമാണ്. എന്താണ് ഈ കുറ്റബോധം? സ്നാപയോഹന്നാനെ അകാരണമായി കൊന്നുകളഞ്ഞ, വധിച്ച, ഈ ലോകത്തിൽ നിന്ന് ഈ നിർമൂലനം ചെയ്ത, ആ നാമത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർണായകമായും നിശ്ചയമായും കാലാന്തരത്തിൽ ഉണ്ടാകാനിടയുള്ള, ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് ഉണ്ടാകാനിടയുള്ള കുറ്റബോധമാണ്. കുറ്റബോധം, അതായത് യേശുവിനെക്കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ താൻ കൊന്നുകളഞ്ഞ സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന ഒരു നിഗമനത്തിൽ സ്നാപക യോഹന്നാൻ എത്തിച്ചേർന്നു. ഇത് കുറ്റബോധമാണ്. മനസ്സിലാവുന്നോ? കുറ്റബോധമാണ്. അതായത് ചെയ്തു പോയ ഒരു അപരാധത്തെ കുറിച്ചുള്ള ഒരു വലിയ കുറ്റബോധം ഈ മനുഷ്യൻ്റെ മനസ്സിൽ കിടക്കാണ്. നമ്മൾ ഈ മനുഷ്യൻ്റെ അകത്തേക്ക് ഒന്ന് ഇറങ്ങാൻ പോകണം. ഹെറോദേസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അതായത് നമ്മൾ ഒരു 3 ഹെറോദേസുമാരെ ബൈബിളിൽ കാണും. ഒന്നാമത്തേത് അപ്പൻ ഹെറോദേസ്. മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. അല്ല, അയാളുടെ പേര് ഇനിഷ്യൽ അപ്പൻ എന്നല്ലായിരുന്നു. അപ്പൻ തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പൻ ഹെറോദേസ് എന്നല്ല, മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. അപ്പൻ ഹെറോദേസ് അതാരാണ്? ആ ഹെറോദേസാണ് ഈശോയുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ ഉത്തരവിട്ട ഹെറോദേസ്. മനസ്സിലായോ? യേശു ജനിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ജെറുസലേം മുഴുവൻ, ഹെറോദേസും ജെറുസലേം മുഴുവനും അസ്വസ്ഥരായി, അല്ലേ? ആ ഹെറോദേസാണ് ആര്? ഹെറോദ് ദ ഗ്രേറ്റ് എന്നാണ് അയാളെ വിളിക്കുന്നത്. മഹാനായ ഹെറോദേസ്. അതാരാണ്? അപ്പൻ ഹെറോദേസ്. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത തലമുറയിലെ ഹെറോദേസാണ് ഹെറോദ് അന്തിപ്പാസ്. അതാണ് ഈ കഥാപാത്രം, ഹെറോദ് അന്തിപ്പാസ്. ഇനി ഇത് കഴിഞ്ഞ് അപ്പസ്തോല പ്രവർത്തനത്തിൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വേറൊരു ഹെറോദ്, യാക്കോബ് സ്ലീഹായെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നൊരു ഹെറോദേസുണ്ട്. സഭയിൽ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട്, അപ്പസ്തോലന്മാരുടെ ഇടയിൽ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് മാറിയ ഈ യാക്കോബ് സ്ലീഹായുടെ കൊലപാതകം നടത്തിയ ഹെറോദേസ്. അതാരാണ്? അത് ഹെറോദ് അഗ്രിപ്പ. ആ രാജാവിൻ്റെ പേരാണ് അഗ്രിപ്പ. അപ്പം മനസ്സിലാവാൻ വേണ്ടി മഹാനായ ഹെറോദേസ്, അന്തിപ്പാസ്, അഗ്രിപ്പ. ആരൊക്കെയാണ് പറഞ്ഞേ? മഹാനായ അപ്പൻ ഹെറോദേസ്, പിന്നെ അന്തിപ്പാസ്, അഗ്രിപ്പ. ഈ 3 പേര്, ഇത് 3 ഹെറോദേസുമാരാണ് നമ്മൾ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഹെറോദേസുമാർ. അപ്പോൾ ഈ ഹെറോദേസ് ആരാണ്? ഈ 2ാമത്തെ ഹെറോദേസ് ആരാണിത്? ഹെറോദ് അന്തിപ്പാസ്. അപ്പോൾ അദ്ദേഹമാണ് സ്നാപക യോഹന്നാനെ കൊന്നുകളയുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. അപ്പൻ ഹെറോദേസ് ആരെ കൊന്നു? കുഞ്ഞുങ്ങളെ കൊന്നു. അന്തിപ്പാസ് ആരെ കൊന്നു? സ്നാപക യോഹന്നാനെ കൊന്നു. അഗ്രിപ്പ ആരെ കൊന്നു? യാക്കോബിനെ കൊന്നു. അപ്പോൾ 3 പേർക്കും കൊലപാതകത്തിൻ്റെ ചരിത്രമുണ്ട്. ഈ 3 ഹെറോദേസുമാരിൽ 2ാമത്തെ ഹെറോദേസാണ് നമ്മൾ ഈ പറയുന്ന ഈ 14-ാം അധ്യായത്തിൽ കാണുന്ന ഹെറോദേസ്. മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഹെറോദേസിനെ കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹം ഒരു ഭക്തനായിരുന്നു. ഹെറോദേസിൻ്റെ ആദ്യത്തെ പ്രത്യേകത, അയാൾ ആരായിരുന്നു? ഭക്തനായിരുന്നു. അയാൾ ഭക്തനായിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് മതപ്രഭാഷണങ്ങൾ ഇഷ്ടമായിരുന്നു. അയാൾക്ക് പള്ളിയിൽ പോകുന്നത് ഇഷ്ടമായിരുന്നു. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ പള്ളിയിൽ പോകുന്ന, പ്രാർത്ഥിക്കുന്ന, പള്ളി പണിഞ്ഞു കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ശരിയാണത്. ഈശോയുടെ കാലത്ത് ദേവാലയത്തിൻ്റെ മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്നൊക്കെ ഈശോ പറയുന്നത് ഈ ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അത് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പള്ളി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന, പള്ളിക്ക് നന്നായിട്ട് സംഭാവന കൊടുക്കുന്ന, പള്ളിയിൽ പോകുന്ന, പെരുന്നാൾ നടത്തുന്ന, കുരിശടി പണിഞ്ഞു കൊടുക്കുന്ന, ധ്യാനകേന്ദ്രങ്ങളെ സഹായിക്കുന്ന, കൺവെൻഷൻ നടത്താൻ സഹായിക്കുന്ന ഭക്തൻ. ആരാണിത്? ഹെറോദേസ്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഹെറോദേസ് കൊള്ളരുതാത്തവനാന്ന് വിചാരിക്കരുത്. ഹെറോദേസ് കൊള്ളരുതാത്തവനല്ല, ഭക്തനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ ഭക്തിയുടെ ഒരു അപകടം ചൂണ്ടിക്കാണിക്കാം. ഇത്തരം ഭക്തിയുടെ ഒരു അപകടമുണ്ട്. ഈ ഭക്തി നല്ലതാണ്, പക്ഷേ ഹെറോദേസിൻ്റെ ഭക്തിക്ക് ഒരു അപകടമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവാൻ വേറൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരണം. അതായത് ബൈബിളിൽ ഈശോ സംസാരിക്കുന്ന അവസരത്തിൽ കർത്താവ് പുളിമാവിനെ സൂക്ഷിക്കണം എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പുളിമാവിനെ സൂക്ഷിക്കണം. ഉദാഹരണത്തിന് 3 വാചകങ്ങളാണ് യേശു ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ വാചകം ഫരിസേയരുടെ പുളിമാവിനെ സൂക്ഷിക്കണം. 2ാമത്തെ വാചകം സദൂക്കായരുടെ പുളിമാവിനെ സൂക്ഷിക്കണം. 3ാമത്തെ വാചകം
ഹേറോദിൻ്റെ പുളിമാവിനെ സൂക്ഷിക്കണം. ഇങ്ങനെ ഈശോ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് പുളിമാവിനെ കുറിച്ച് പരാമർശിച്ചത് 3 വാചകങ്ങളാണ്. ആ 3 വാചകങ്ങളിൽ നമ്മൾ കാണുകയാണ് എന്തൊക്കെയാണ്? ഫരിസേയരുടെ പുളിമാവ്, പിന്നെന്താണ്? സദൂക്കായരുടെ പുളിമാവ്, പിന്നെന്താണ്? ഹേറോദേസിൻ്റെ പുളിമാവ്. ഇത് ഈശോ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തിയ പുളിമാവാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഞാൻ പറയുന്ന വചനം നിങ്ങൾ എടുക്കുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാചകം വായിക്കണം. 8-ാമത്തെ അധ്യായം എടുക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം. 8-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, 15-ാമത്തെ വാക്യം വായിക്കാമോ? മർക്കോസ് 8:15 വായിക്കാമോ? അവൻ മുന്നറിയിപ്പ് നൽകി, പറ, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ഫരിസേയരുടെയും ഹേറോദേസിൻ്റെയും പുളിപ്പിനെ കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. അപ്പൊ കണ്ടോ, ഇവിടെ എത്ര കൂട്ടർ വന്നു? 2 കൂട്ടർ വന്നു. ആരൊക്കെയാണത്? ഫരിസേയരും ഹേറോദേസും 2 കൂട്ടർ വന്നല്ലോ. ഇനി മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. മത്തായി 16:11. മത്തായി 16:11 വായിച്ചേ. മാത്യു 16:11 വായിച്ചേ. ഞാൻ അപ്പത്തെപ്പറ്റി അല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരിസേയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളണം. അപ്പൊ കണ്ടോ, മൊത്തം 3 പുളിമാവിനെ സൂക്ഷിക്കണം എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. മത്തായി 16-ലും മർക്കോസ് 8-ലും. എന്തൊക്കെയാണത്? ഫരിസേയരുടെ പുളിമാവ്, സദൂക്കായരുടെ പുളിമാവ്, ഹെറോദേസിന്റെ പുളിമാവ്. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തേത് ഫരിസേയരുടെ പുളിമാവ് എന്ന് പറഞ്ഞാൽ എന്താ? വിശദീകരിക്കാൻ നമുക്ക് ഇത് പറഞ്ഞു പോന്നേ ഉള്ളൂ, കേട്ടാൽ മതി. ഫരിസേയരുടെ പുളിമാവ് എന്ന് പറഞ്ഞാൽ കാപട്യം, ഉള്ളിലൊന്ന് വെച്ചോണ്ട് പുറത്ത് വേറൊന്ന് പെരുമാറുക. ഇതാണ് കാപട്യം, ഇതാണ് ഹിപ്പോക്രസി. കാപട്യം, മുഖം മൂടി, മൂടുപടം അണിഞ്ഞ ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? അകത്ത് തിന്മയുണ്ട്, പക്ഷെ പുറമേ നീതിമാനാണെന്ന് ഭാവിച്ച ഫരിസേയർ. ഈശോ അവരെക്കുറിച്ച് പറഞ്ഞ ഉപമ, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്. പുറമേ നല്ലതാണ്, പക്ഷെ അകത്ത് ചീഞ്ഞളിഞ്ഞ മാംസവും ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അസ്ഥിപഞ്ജരങ്ങളും. വെള്ളയടിച്ച കുഴിമാടം, ഇതാണ് ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞ വേറൊരു ഉപമ, നിങ്ങൾ പാത്രത്തിൻ്റെ പുറം വൃത്തിയാക്കുന്നു, അകത്ത് വൃത്തിയില്ല. ഈശോ പറഞ്ഞ വേറൊരു ഉപമയാണ്. അതായത് അകത്ത് മുഴുവൻ തിന്മയാണ്, പക്ഷെ വെളിയിൽ കുറേ ഭക്തകൃത്യങ്ങൾ ചെയ്തിട്ട് മനുഷ്യരെ ബോധിപ്പിക്കുകയാണ് നമ്മൾ നല്ലവരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പള്ളിയിൽ പോകുന്നു, ദീർഘനേരം പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ദശാംശം കൊടുക്കുന്നു, നിങ്ങൾ ഉപവസിക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദീർഘനേരം പ്രാർത്ഥിച്ച് മനുഷ്യരെ കാണിക്കുന്നു നിങ്ങൾ വലിയ പ്രാർത്ഥനക്കാരാണെന്ന്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മുഖം കഴുകാതെയും മുടി ചെയ്യാതെയും മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നു നിങ്ങൾ ഉപവസിക്കുകയാണെന്ന്. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു, അറിയാവുന്നിടത്തെല്ലാം നിങ്ങളത് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു, ലോക്കൽ ചാനലിലൂടെ അറിയിപ്പ് കൊടുക്കുന്നു. അങ്ങനെ നിങ്ങൾ മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നു നിങ്ങളൊരു ദാനധർമ്മിയാണെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചീഞ്ഞഴുകുന്ന മാംസമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അസ്ഥികൂടങ്ങളാണ്, നിങ്ങൾ എല്ലും കഷണങ്ങളാണ്. ഇതകത്ത് നാറുന്ന എല്ലും കഷണങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് കാപട്യം. ഈശോ പറയുകയാണ്, ഇത് സൂക്ഷിക്കണം, ഇത്തരം സ്വഭാവത്തെ സൂക്ഷിക്കണം, ഇത്തരം സ്വഭാവമുള്ളവരെയും സൂക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമതായിട്ട് കർത്താവ് പറയുകയാണ് സദൂക്കായരുടെ പുളിമാവ്.
ഈ സദൂക്കായർ ആരാന്ന് വെച്ചാൽ, സദൂക്കായർക്ക് ഒരു പ്രശ്നമുണ്ട്. അവരുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവർ ബൈബിളിനെ സെലക്റ്റീവായിട്ട് മാത്രം സ്വീകരിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ സദൂക്കായർ ബൈബിളിലെ 5 പുസ്തകങ്ങൾ മാത്രമേ തിരുവചനമായി അംഗീകരിച്ചിരുന്നുള്ളൂ. ഏതാണത്? പഞ്ചഗ്രന്ഥി, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, ആവർത്തനം എന്ന് പറയുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങൾ മാത്രമാണ് ഈ സദൂക്കായർ ദൈവവചനമായിട്ട് സ്വീകരിച്ചിരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ദൈവവചനമായിട്ട് സദൂക്കായർ സ്വീകരിച്ചിരുന്നത് ആദ്യത്തെ 5 പുസ്തകങ്ങൾ മാത്രമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ അവർ സെലക്റ്റീവാണ്. അവർ ബൈബിളിലെ എല്ലാ കാര്യങ്ങളും എടുക്കത്തില്ല. അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ. എല്ലാം എടുക്കത്തില്ല, എല്ലാ ദൈവവചനവും എടുക്കത്തില്ല. സെലക്റ്റീവാണ്. ബൈബിൾ തുറക്കുമ്പോൾ അവരോട് സംസാരിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്ന എന്തെങ്കിലും വചനം ഉണ്ടെങ്കിൽ അവരത് എടുക്കത്തില്ല. പിന്നെന്തെടുക്കും? അവരെ സന്തോഷിപ്പിക്കുന്ന, ജഡത്തെ കൊഴുപ്പിക്കുന്ന, അവർ ചെയ്യുന്ന കാര്യങ്ങളെ നല്ലതാണെന്ന് പറയുന്ന വചനം മാത്രമേ അവരെടുക്കത്തുള്ളൂ. എല്ലാം എടുക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പറയുകയാണ്. മാത്രമല്ല സദൂക്കായർ ബുദ്ധി കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ആളുകളാണ്. അവർക്ക് ദൈവവചനത്തിൻ്റെ ഈ എല്ലാ കാര്യങ്ങളും അവർ വിശ്വസിച്ചില്ല. ഉദാഹരണത്തിന് ഒരു വചനം എടുത്തേ, അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 23-ാം അധ്യായം എടുക്കാം. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 23-ാമത്തെ അധ്യായം, 23-ാമത്തെ അധ്യായം. അവിടെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 23-ന്റെ 6 മുതൽ വായിക്കാമോ? സംഘത്തിൽ ഒരു വിഭാഗം സദൂക്കായരും മറ്റുള്ളവർ പരിസേയരുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ഒരു പരിസേയനും പരിസേയ പുത്രനുമാണ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശയെ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത്. അവനിത് പറഞ്ഞപ്പോൾ, ഉറക്കെ വായിച്ചേ, പരിസേയരും സദൂക്കായരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാവുകയും അവിടെ കൂടിയിരുന്നവർ 2 പക്ഷമായി തിരിയുകയും ചെയ്തു. കാരണം, ഉച്ചത്തിൽ വായിക്കാമോ? കാരണം പുനരുത്ഥാനമോ ദൈവദൂതനോ ആത്മാവോ ഇല്ല എന്നാണ് സദൂക്കായർ പറയുന്നത്. പരിസേയരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്ന് പറയുന്നു. മനസ്സിലായി? അപ്പോൾ സദൂക്കായർ ആരാണ്? കേൾക്കുന്നുണ്ടോ? സദൂക്കായർ ആരാണ്? ഒന്ന്, സദൂക്കായർ ബൈബിളിനെ സെലക്റ്റീവായിട്ട് സ്വീകരിച്ച ആളാണ്. ബൈബിളിലെ കുറച്ച് വചനം മാത്രമേ അവരെടുക്കൂ, എല്ലാം എടുക്കില്ല. കുറച്ച് വചനം മാത്രമേ എടുക്കത്തുള്ളൂ. മാത്രമല്ല സദൂക്കായരുടെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സദൂക്കായർ മാലാഖമാരില്ല, മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഇല്ല, ആത്മാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അതാരാ? ഇങ്ങോട്ട് നോക്കിയേ, അതാരാ? അതായത് ബുദ്ധി കൊണ്ട് ശാസ്ത്രീയമായി പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചിരുന്നവരാണ് സദൂക്കായർ. അത്ഭുതം നടന്നു എന്നൊന്നും പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. രോഗം മാറി എന്ന് പറഞ്ഞാൽ അവർ പറയും എന്താണ്? അത് മാസ് ഹിസ്റ്റീരിയ എന്ന് പറയും. മനസ്സിലായോ? ഒരാളുടെ രോഗം മാറിയാൽ അവരെന്ത് പറയും? മാസ് ഹിസ്റ്റീരിയ ആണെന്ന് പറയും. കരിസ്മാറ്റിക് എന്തെന്ന് പറയും? കുറേ മാനസിക രോഗികളുടെ അലമുറയാണെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്തെങ്കിലും ഒരു കാര്യം ദൈവം ചെയ്താൽ അവർ പറയും ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇങ്ങനെ പാർത്തി, അതൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്, അതിങ്ങനെ നിങ്ങൾ അല്ലാതെ വേറെ ഒരു സിനിമാ പാട്ടിട്ടിട്ട് വെള്ളം വെച്ചാലും ഇതൊക്കെ സംഭവിക്കുമെന്ന് പറയും. അത്ഭുതങ്ങളെയൊന്നും അവർ സമ്മതിക്കത്തില്ല. മാലാഖമാരുണ്ടെന്ന് സമ്മതിക്കത്തില്ല, ആത്മാവുണ്ടെന്ന് സമ്മതിക്കത്തില്ല, മരണാനന്തര ജീവിതവും സമ്മതിക്കത്തില്ല. എന്താ കാര്യം? ശാസ്ത്രബോധം, യുക്തിബോധം അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ബൈബിളിൽ പറയുന്ന എല്ലാം ഒന്നും സ്വീകാര്യമല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് സമകാലിക വായനയുള്ള ഒരു വചനമാണിത്. സമകാലിക വായനയുണ്ട്, കണ്ടംപററി റീഡിംഗ് ഉണ്ട് ഇതിന്. എന്താ ഇത്? ഇത്തരം ആളുകൾ നമ്മുടെ ഇടയിലും ഉണ്ടോ? ഒരു കുറച്ച് കാര്യം മാത്രമേ അവരെടുക്കത്തുള്ളൂ. അവർക്ക് പറ്റുന്ന വചനം മാത്രമേ എടുക്കൂ. അവരെ കൊഴുപ്പിക്കുന്ന വചനം മാത്രമേ എടുക്കൂ. അവരെ ശാസിക്കുന്ന വചനത്തോട് അവർക്ക് മറുതലിപ്പാണ്. അവരെ തിരുത്താൻ ആവശ്യപ്പെടുന്ന വചനത്തോട് അവർക്ക് താല്പര്യമില്ല. സെലക്റ്റീവ് ടെക്സ്റ്റാണ്, സെലക്റ്റീവാണ്. ഒരു ടെക്സ്റ്റ് എടുത്താൽ അവർക്ക് വേണ്ടത് മാത്രമേ അവരെടുക്കൂ. ദൈവം സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും അവർക്ക് താല്പര്യമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മാത്രമല്ല അവരെന്ത് ചെയ്യുന്നു? ഈ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ടും സമ്മതിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ഇതാണ് സദൂക്കായർ. ഈശോ അവരെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾ ഈ രാത്രി അറിയണം. എന്ത് പറഞ്ഞു? സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ബിവെയർ എന്നാ പറഞ്ഞു. ബിവെയർ ഓഫ് ദ സദൂസീസ്. ബിവെയർ എന്നാ പറഞ്ഞു. സൂക്ഷിക്കണം. അവരുടെ പുളിമാവിനെ സൂക്ഷിക്കണം. പുളിമാവ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാരക്ടറിനെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ നിലപാടുകളെ, അവരുടെ വാദഗതികളെ, അവരുടെ ന്യായത്തെ, അവരുടെ യുക്തിയെ സൂക്ഷിക്കണം. ആരാ പറഞ്ഞേ? ഈശോയെ പറഞ്ഞേ. അപ്പൊ കാപട്യത്തെ സൂക്ഷിക്കണം,
തങ്ങൾക്ക് ഈ ലോകത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് മാത്രം തെളിയിക്കാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ആളുകളെയും സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാം വിശ്വസിക്കാത്തവനെ സൂക്ഷിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. ഇനി മൂന്നാമത് ഈശോ പറഞ്ഞു ഹെറോദിന്റെ പുളിമാവിനെ സൂക്ഷിക്കണം. അതെന്താ? അതാണ് നമ്മൾ മത്തായി 14 തിരിച്ചു വാ. മത്തായി 14 നമ്മൾ വായിക്കുകയാണ് ഹെറോദിന്റെ പുളിമാവ്. എന്താണ് ഹെറോദിന്റെ പുളിമാവ്? അതായത് ഹെറോദ് എന്താ ചെയ്തേ? അയാൾ ഭക്തനായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അയാൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകന്റെ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു. അയാൾ ഭക്തനായിരുന്നു. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ വചനം കേൾക്കുന്ന ആളായിരുന്നു. മനസ്സിലായോ? വചനം കേൾക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു. ആര്? ഹെറോദ്. അയാൾ മോശമാണെന്ന് വിചാരിക്കരുത്. അയാളൊക്കെ നല്ല ആളാണ്. എന്താണ്? അയാൾക്ക് ദൈവവചനം കേൾക്കാൻ ഇഷ്ടമാണ്. അയാൾ ഇങ്ങനെയുള്ള ദൈവവചന ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണ്. അയാൾക്ക് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമ്പോൾ അത് കേൾക്കാൻ ഇഷ്ടമാണ്. കരിയുമ്പോഴും പിന്നെ വണ്ടിയിൽ പോകുമ്പോഴും അവിടെ പോകുമ്പോഴൊക്കെ അയാൾ യൂട്യൂബ് വീഡിയോകൾ ആര്? ഹെറോദേസ്. കേൾക്കുന്നുണ്ടോ നിങ്ങളിത്? അയാൾ ഭക്തനായിരുന്നു. പള്ളിയിൽ പോകുന്ന ആളായിരുന്നു. പള്ളി പണിഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു. കുരിശടി പണിഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു. പെരുന്നാൾ നടത്തുന്ന ആളായിരുന്നു. ഭക്തനായിരുന്നു. പക്ഷെ ഈശോ മിശിഹ നേരെ നിന്നിട്ട് പറഞ്ഞു അവനെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. കാരണം എന്തെന്നറിയാമോ? നിങ്ങളൊരു വചനം വായിച്ചേ. മർക്കോസിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഈ ക്യാരക്ടർ ഡെപ്പിക്ഷൻ നടക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. മർക്കോസ് 6 എടുക്കുക. മർക്കോസ് 6 അവിടെ 17 മുതൽ വായിക്കാം. 17 മുതൽ മർക്കോസ് 6:17 മുതൽ. ഹെറോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെറോദേസിനോട് പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെറോദിയായ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ കേട്ടോണേ, യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് ഹെറോദേസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. കണ്ടോ? സന്തോഷത്തോടെ യൂട്യൂബ് വീഡിയോകൾ കേട്ടിരുന്ന ആളാണ് ആര്? ഹെറോദേസ്. സന്തോഷത്തോടെ യോഹന്നാനെ കേട്ടിരുന്ന ആളാണ് ഹെറോദേസ്. അപ്പോൾ അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ ഈ നല്ല മനുഷ്യൻ യേശുവിൻ്റെ കണ്ണിൽ സൂക്ഷിക്കേണ്ട ഒരാളാണ്. എന്താ കാര്യം എന്നറിയാമോ? അതിൻ്റെ കാരണം ഇതാണ്. അയാൾ കേട്ടോണേ നമ്മൾ ഇന്ന് ആ ഒറ്റ പാഠമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അയാളുടെ പ്രശ്നം എന്താണ്? ഞാനും നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിക്കണം. അയാളുടെ പ്രശ്നം എന്താണ്? അയാൾ ഇതെല്ലാം സന്തോഷത്തോടെ ചെയ്യും. പള്ളി പോകുമ്പോഴും പള്ളി പണിഞ്ഞു കൊടുക്കുമ്പോഴും അയാൾ കുരിശടി പണിയുമ്പോഴും പെരുന്നാൾ നടത്തുമ്പോഴും അയാൾ പള്ളിയിലെ കാര്യങ്ങളെല്ലാം ആദ്യപല്ലെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുമ്പോഴും മാസവരി മുടക്കമില്ലാതെ ജീവിക്കുമ്പോഴും അയാൾ കൺവെൻഷന് പോകുമ്പോഴും അയാൾക്കൊരു കാര്യം ഉണ്ടായിരുന്നു. കാര്യം ഇതാണ്: അയാൾ തൻ്റെ രഹസ്യ ജീവിതം ശുദ്ധമല്ലാതെ നയിച്ചിരുന്ന ഒരാളായിരുന്നു. അയാളുടെ ജീവിതത്തിൽ പാപം ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ പാപം ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. അയാളൊരു ഭക്തനായിരുന്നു, അയാളൊരു വിശുദ്ധനായിരുന്നില്ല. അയാളൊരു ഭക്തനായിരുന്നു, അയാളൊരു ശിഷ്യനായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ മതത്തെ കണ്ടത് വേറൊരു കണ്ണിലൂടാണ്. അയാൾ പള്ളി പണിഞ്ഞത് എന്തിനായിരുന്നു എന്ന് വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അതുവഴി യഹൂദരെ സന്തോഷിപ്പിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹെറോദ് ഹാഫ് ജൂയിഷ് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ പകുതിയുള്ളൂ യഹൂദൻ. ഈ യഹൂദന്മാരുടെ രാജാവാണ്, പക്ഷെ അയാൾ പകുതിയുള്ളൂ യഹൂദൻ. അയാളുടെ, എന്നെ മനസ്സിലാക്കുന്നതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അയാളുടെ അപ്പൻ ഏദോമിനും അമ്മ യഹൂദയുമായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് യഹൂദർക്ക് അയാളോട് ഇഷ്ടമില്ലായിരുന്നു. അയാളുടെ അപ്പൻ ഏദോമിനും അമ്മ യഹൂദയുമായിരുന്നത് കൊണ്ട് അയാൾ പകുതി മാത്രമേ ഉള്ളൂ യഹൂദൻ. അതുകൊണ്ട് യഹൂദർക്ക് അയാളോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് യഹൂദരെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിച്ച് അവരുടെ ഇടയിൽ ഒരു അംഗീകാരം ഉണ്ടാക്കിയെടുക്കാനാണ് അയാൾ പള്ളി പണിഞ്ഞുകൊണ്ടിരുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്താനൊന്നുമല്ല. അയാൾ പള്ളി പണിഞ്ഞതിൻ്റെ ലക്ഷ്യം ദൈവമഹത്വമായിരുന്നില്ല, അയാളുടെ മഹത്വമായിരുന്നു.
അയാൾ ദാനധർമ്മം ചെയ്തതിൻ്റെ ലക്ഷ്യം അയാളുടെ മഹത്വമായിരുന്നു. അയാളെക്കുറിച്ച് ആളുകൾ നല്ലത് പറയണം. അതുകൊണ്ടാണ് അയാൾ മറ്റുള്ളവരെ സഹായിച്ചിരുന്നത്. അയാളുടെ പേര് ഉയർന്നു നിൽക്കണം. അതിനായിരുന്നു അയാൾ സൽകൃത്യങ്ങൾ അനുഷ്ഠിച്ചിരുന്നത്. അയാൾ പ്രസംഗം കേട്ടിരുന്നത് പേടിച്ചിട്ടാണ്. യോഹന്നാനെ പേടിച്ചിട്ടാണ്. യോഹന്നാൻ ഒരു വിശുദ്ധനാണെന്ന് അറിയാവുന്ന പേടിച്ചിട്ടാണ്, അല്ലാതെ ദൈവത്തെ പേടിച്ചിട്ടല്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പുറമെ ഒരു ദൈവഭക്തനായി കാണപ്പെടുമ്പോഴും അയാൾ അകമേ ചീഞ്ഞു നാറിയ ഒരു ശവമാടമായിരുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഹേറോദിന്റെ പുളിപ്പിനെ സൂക്ഷിക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ ഹൃദയവേദനയോടാണ് പറയുന്നത്. സുവിശേഷത്തിന് ഡാമേജ് ചെയ്തത് ഈ നാട്ടിലെ അക്രൈസ്തവരല്ല, ഈ നാട്ടിലെ വിശ്വാസികളാണ്. സുവിശേഷത്തെ ഡാമേജ് ചെയ്തത് ഈ നാട്ടിലെ അക്രൈസ്തവരല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്കൊരു കാര്യം, ഞാൻ പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, പ്രയാസമുള്ളതുകൊണ്ടാണ് പറയുന്നത്. എന്തെന്നറിയാമോ? ഞങ്ങൾ ഈ കേരളത്തിൻ്റെ തെരുവുകളിലൂടെ സുവിശേഷം പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തു. ഓരോ ജംഗ്ഷനിലും പോയി നിൽക്കും, അവിടെ യേശുവിനെ കുറിച്ച് പറയും. ഓരോ ജംഗ്ഷനിൽ നിന്ന് യേശുവിനെ കുറിച്ച് എവിടെയൊന്നും എന്തൊന്നും ഞാൻ പറയുന്നില്ല, ലൊക്കേഷൻ ഒന്നും പറയുന്നില്ല, കേരളത്തിൽ എന്ന് മാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി. ഒരു സ്ഥലത്ത് പോയി, ഒരു പബ്ലിക് പ്ലേസിൽ പോയി നിൽക്കും. പോൾസൺ ബ്രദർ പാട്ട് പാടും, ഞാൻ സുവിശേഷം പ്രസംഗിക്കും, കടത്തിണ്ണയിലൊക്കെ കയറി നിന്ന് പറയും. ഇതാണ് പരിപാടി. കേട്ടോണേ, ഞങ്ങളെ വിഷമിപ്പിച്ചത് ഈ നാട്ടിലെ RSSകാരല്ല, ബജ്റംഗ് ദളുകാരല്ല, വിശ്വ ഹിന്ദു പരിഷത്തല്ല, ഈ നാട്ടിലെ മുസ്ലിം സംഘടനകളല്ല, ഈ നാട്ടിലെ നിരീശ്വരവാദികളല്ല. ഞങ്ങളെ വിഷമിപ്പിച്ചത് ഈ നാട്ടിലെ വിശ്വാസികളാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? വേദനയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, പ്രയാസമുള്ളതുകൊണ്ടായി പറയുന്നത്. ഇച്ചിപ്പോന്നൊരു വർത്താനം ഈ നാട്ടിലെ ഹിന്ദു പറഞ്ഞിട്ടില്ല. ഇച്ചിപ്പോന്നൊരു വർത്താനം ഈ നാട്ടിലെ മുസ്ലിം പറഞ്ഞിട്ടില്ല. സുവിശേഷം കടത്തിണ്ണയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇച്ചിപ്പോന്നൊരു വർത്താനം ഈ നാട്ടിലെ മുസ്ലിം എന്നെ പറഞ്ഞിട്ടില്ല. അത്ര എനിക്കറിയാം, എന്നെ പറഞ്ഞിട്ടില്ല. മനസ്സിലായി? ഞാൻ ലോകയിട്ടൊരു കടത്തിണ്ണയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ കടയുടെ തിണ്ണയിലാണ് ഞാൻ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇറങ്ങിപ്പോടാന്ന് അയാൾ എന്നോട് പറഞ്ഞില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. പക്ഷേ സുവിശേഷത്തെ പ്രയാസപ്പെടുത്തിയതും സുവിശേഷകരെ പ്രയാസപ്പെടുത്തിയതും മുഴുവൻ ആരാന്നറിയാമോ? ഈ നാട്ടിലെ വിശ്വാസികൾ. അവർ വിശ്വാസികളല്ല, ആരാന്നറിയാം? ഭക്തന്മാർ. ഒരു പള്ളിയിൽ പോകുന്നവരാണ്, ഒരു പള്ളിയോട് സ്നേഹമുള്ളവരാണ്, ഒരു പള്ളിക്ക് സംഭാവന കൊടുക്കുന്നവരാണ്, ഒരു പള്ളിയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നവരാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോ എന്താ പറഞ്ഞതെന്നറിയാം? സൂക്ഷിച്ചോണം. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിയായ അർത്ഥത്തിൽ എടുക്കണം. അതായത് പള്ളിയിൽ പോകുന്ന തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല, പ്രാർത്ഥിക്കുന്ന തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല, പള്ളി പണിയുന്ന തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല, കുരിശടി പണിയുന്ന തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല, പെരുന്നാൾ നടത്തുന്ന തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ദാനധർമ്മം ചെയ്യുന്ന തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരേ സമയം ഇങ്ങനെ ഭക്തിയുടെ ഒരു മൂടുപടം അണിയുകയും അതേസമയം അകത്ത് കൊടിയ തിന്മയിൽ ഒരു മാനസാന്തരം ഇല്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ നോക്കി യേശു പറഞ്ഞു, അവരെ സൂക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. പറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് ഹേറോദിന്റെ പുളിമാവ്. അപ്പൊ ഈ ഹേറോദ് എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം ഈ ആത്മീയ ഭക്തകാര്യങ്ങളെല്ലാം വെളിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ബർത്ത്ഡേക്ക്, ജന്മദിനത്തിന് ഒരു സൽക്കാരം നടത്തി. അതിഥികളെല്ലാം വിളിച്ചു വരുത്തി. അതിഥികളുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് അദ്ദേഹം ഇപ്പോൾ ഭാര്യയാക്കിയിരിക്കുന്നത്. ആ സഹോദരൻ്റെ ഭാര്യ ആ സമ്മേളനത്തിനുണ്ട്. അവളുടെ മകളുടെ പേരാണ് സലോമി. അങ്ങനെ സലോമി അതിഥികളുടെ മുമ്പിൽ വന്ന് ഡാൻസ് ചെയ്യാൻ ഈ മനുഷ്യൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ പെൺകുട്ടി വന്ന് അതിഥികളെ സന്തോഷിപ്പിക്കാൻ മാദക നൃത്തമാടുമ്പോൾ അയാൾ ഈ നൃത്തത്തിൽ മതി മറന്ന് അയാൾ അവിടെ വെച്ച് ഒരു വാക്ക് കൊടുത്തു, ഈ രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും ഞാൻ നിനക്ക് തരും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഭക്തൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തെ വിളിക്കുന്നവൻ, വിശ്വാസി, അയാൾക്ക് തെറ്റ് വരാം, അയാൾക്ക് പാപം വരാം, അയാൾക്ക് ബലഹീനത വരാം.
അയാൾക്ക് പോരായ്മ വരാം, ഒന്നുകൂടെ അന്നൊന്നുമില്ല. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ. പാപം വരാം, അതിനകത്തൊന്നും ഒരു തർക്കമില്ല. പക്ഷേ അയാൾ ഈ ഭക്തകാര്യങ്ങളിലെല്ലാം ഏർപ്പെട്ടിരിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒരു ബലഹീനത വരുന്നല്ല ഈ പറയുന്നത്. മറിച്ച് അയാൾ ഈ നൃത്തത്തിൽ അയാളെ മറന്നു, വിശ്വാസം മറന്നു, ദൈവത്തെ മറന്നു, ആത്മീയത മറന്നു, പ്രാർത്ഥന മറന്നു, പ്രവാചകനെ മറന്നു. നൃത്തത്തിൽ അയാൾ ബാക്കിയെല്ലാം മറന്നു. ലോകത്തിലും ലോകമോഹങ്ങളിലും അയാൾക്ക് ദൈവത്തെയും ദൈവവിചാരത്തെയും നഷ്ടമായി. ഈ ലോകം വന്ന് മാടി വിളിച്ച സമയത്ത് അയാളുടെ ഉള്ളിലെ വിശ്വാസം പെട്ടെന്ന് ഇല്ലാതായി. പറഞ്ഞേ ഹല്ലേലൂയാ. അയാൾക്ക് ഒരു അങ്കലാപ്പില്ല. അയാൾ പറയാണ്, ഈ നൃത്തം കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ്, ഞാൻ എന്നോ വേണേലും നിനക്ക് തരാം, നീ ചോദിച്ചു. അപ്പോൾ ഈ പെങ്കൊച്ച് പറഞ്ഞു, എനിക്ക് സ്നാപക യോഹന്നാൻ്റെ തല വേണം. അമ്മച്ചി പറഞ്ഞു കൊടുത്താണ് സ്നാപക യോഹന്നാൻ്റെ തല വാങ്ങിക്കാൻ പറഞ്ഞു. കാരണം ആ തല ഉണ്ടായാലല്ലേ അയാളിനി നാളെ പറയത്തുള്ളൂ, ഈ തെറ്റാന്ന് പറയത്തുള്ളൂ. അതുകൊണ്ട് ആ തല വെട്ടിയേക്കാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, പ്രവാചകന്റെ തല വെട്ടിയത് കൊണ്ട് പ്രവചനങ്ങളില്ലാതാവില്ല. പ്രവാചകന്റെ തല വെട്ടിയത് കൊണ്ട് പ്രവചനങ്ങൾ നിലയ്ക്കില്ല. പ്രവാചകനെ ആക്ഷേപിച്ചത് കൊണ്ട് പ്രവചനങ്ങളില്ലാതാവില്ല. ദൈവത്തിന് നാളെ ദൈവസ്വരം സംസാരിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനില്ലാതായാൽ ദൈവം ഒരു കഴുതയ്ക്ക് സംസാരശേഷി കൊടുത്തിട്ട് അവനെ കൊണ്ട് സംസാരിപ്പിക്കും. മനസ്സിലായല്ലോ? അതായത് പ്രവാചകന്റെ നാവരിഞ്ഞത് കൊണ്ടോ തല വെട്ടിയത് കൊണ്ടോ ദൈവസ്വരം നിലയ്ക്കുമെന്ന് ആരും വിചാരിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഈ ഹെരോദ്യ എന്ത് വിചാരിച്ചു? പ്രവാചകനെ തട്ടിക്കളയാം, അപ്പോൾ പിന്നെ ഇത് തീരുമെന്ന് ഓർത്തു. എന്താ സംഭവിച്ചെന്നറിയാമോ? ഇവിടെ ചെന്നിട്ട് കൊച്ചി ചെന്നിട്ട് ഹെരോദ്യസിനോട് പറഞ്ഞു, അപ്പച്ചാ ഈ സ്നാപയോഹന്നാൻ്റെ തല വേണമെന്ന് പറഞ്ഞു. സ്നാപയോഹന്നാൻ്റെ തല. ഹെരോദ്യന് സങ്കടമായി, പ്രയാസമായി. എങ്കിലും താനൊരു വാക്ക് പറഞ്ഞതാണല്ലോ എന്നോർത്തിട്ട് പ്രവാചകന്റെ തല വെട്ടാൻ ആവശ്യപ്പെട്ടു. എന്താ ഇവിടെ സംഭവിക്കുന്നത് അറിയാം? എന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു കയ്യിൽ പാപവും പിന്നെ മനുഷ്യരെ ബോധിപ്പിക്കാൻ മറുകൈയിൽ കുറെ ഭക്തിയുമായിട്ട് ജീവിക്കുന്നവരുടെ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ? നാളെ ഒരു ദിവസം വരും, ഒരു നിർണായക സന്ദർഭത്തിൽ ദൈവം ചോദിക്കും, നിനക്ക് യോഹന്നാനെ വേണോ സലോമിയെ വേണോ? ദൈവം ചോദിക്കും, നിനക്ക് യോഹന്നാനെ വേണോ സലോമിയെ വേണോ? ഇപ്പം ഇത് രണ്ടും കൂടി ഇങ്ങനെ പോകും. ഒരു മോമെന്റ് വരുമ്പോൾ ദൈവം പറയും, ഒരു തീരുമാനം എടുക്കാൻ പറയും. ആരെ വേണം? യേശുവിനെയോ ബറാബാസിനെയോ? അന്ന് ഈശോ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇത്തരം മനുഷ്യർ എന്ത് ചെയ്യുന്നറിയാമോ? സലോമിക്ക് വേണ്ടി യോഹന്നാനെ കൊന്നുകളയും. ഇതാ സംഭവിക്കാൻ പോണേ. ഒരു കാലത്ത് അവർ വലുതായി പറഞ്ഞിരുന്ന ഭക്തി സലോമിക്ക് വേണ്ടി അവർ നിർദാക്ഷിണ്യം, ദയാദാക്ഷിണ്യങ്ങളില്ലാതെ ഒരു നിമിഷാർദ്ധ നേരം കൊണ്ട് ബലി കഴിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ ഇന്ന് ഈ സന്ധ്യയിൽ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തെന്നറിയാമോ? നമ്മൾ വചനം കേൾക്കാൻ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം യാക്കോബ് ശ്ലീഹായിലൂടെ ഒരു കാര്യം സംസാരിച്ചു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം എങ്ങനെ അരുളി ചെയ്തു? യാക്കോബ് 1:22, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് പ്രവർത്തിക്കുന്നവരും ആയിരിക്കണം. യാക്കോബ് 1:22 വായിക്കാം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, നമ്മൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമാവണം. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഒരു ഭാഗം കൂടി പറയാൻ സമയം എടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആരാധന നടത്തിയിട്ട് അവസാനിപ്പിക്കാം. അതായത് ഈ ഒരു കാര്യം കൂടി എന്താണെന്നറിയാം, എനിക്കറിയാം നിങ്ങൾക്ക് 9 മണിക്ക് പോകേണ്ടതാണ്. ഞാൻ നിങ്ങളെ 9 മണിക്ക് വിടാം. പക്ഷെ നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് വചനം പറയാൻ വേണം. അതുകൊണ്ട് നിങ്ങൾ തിരക്കുള്ളവർ 9 മണി കഴിയില്ല എന്തായാലും, അതിന് മുമ്പ് ഞാൻ വിടും. 9 മണിക്ക് വിടും. പക്ഷെ എന്നാലും എപ്രാളപ്പെടരുത് കേട്ടോ. ഇത് കേട്ടിട്ടേ പോകാവൂ. യെശയ്യാ പ്രവചനത്തിൻ്റെ 6-ാമത്തെ അധ്യായം എടുക്കുക. യെശയ്യാ പ്രവചനത്തിൻ്റെ 6-ാമത്തെ അധ്യായം. അവിടെ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ
വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം, അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ വായിക്കുന്നില്ല, നമുക്കത് അറിയാവുന്നതാണ്. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ എന്നൊക്കെ യെശയ്യാ മാലാഖമാർ ആർത്ത് വിളിക്കുന്നതും യെശയ്യാ ഞാൻ നശിച്ചു എന്നൊക്കെ പറഞ്ഞ് കരയുന്നതുമായ ആദ്യ ഭാഗം നമ്മൾ വായിച്ചിട്ടുള്ളത്, ഞാനത് വായിക്കുന്നില്ല. ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ അവസാനത്തെ ഭാഗം എടുക്കാം. 7-ാമത്തെ വാക്യം എടുക്കാം. 7-ാമത്തെ വാക്യം, അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. 8-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാം. യെശയ്യായെ ശുദ്ധീകരിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? ഒരു സെക്കൻഡ് വളരെ മനസ്സിരുത്തി വായിക്കണം, കാരണം എനിക്ക് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കണം. നിങ്ങൾ മനസ്സിരുത്തി പെട്ടെന്ന് വായിച്ചോ. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? വായിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടുന്ന് അരുളി ചെയ്തു പോവുക. അവിടുന്ന് അരുളിച്ചു. അപ്പോൾ കേട്ടെ, അപ്പോൾ ഈ യെശയ്യായെ ശുദ്ധീകരിച്ചതിന് ശേഷം കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ ആരെയാണ് അയക്കുക, ആരാണ് എനിക്ക് വേണ്ടി പോവുക? ഉടനെ യെശയ്യാ പറഞ്ഞു, കർത്താവേ, എന്നെ അയച്ചാലും ഞാൻ പൊക്കോളാം. ഉടനെ കർത്താവ് എന്ന് പറഞ്ഞു, പോകണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, പോകാനാണ് പറഞ്ഞത്. പോകാൻ പറഞ്ഞിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. ഇനി വളരെ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാണ് ദൈവം പറയാൻ പോകുന്നത്. പോകാൻ പറഞ്ഞിട്ട് അവിടുന്ന് പറയുകയാണ്, കർത്താവ് വീണ്ടും അരുളി ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും കേൾക്കും, മനസ്സിലാക്കത്തില്ല, നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കത്തില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യും എന്നല്ല, ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം, ചെയ്യുക എന്നാണ്. ഇത് ഭയങ്കര ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വചനമാണ്. അതായത് കർത്താവ് പറയാണ്, ഞാൻ ആരെയാണ് അയക്കുക, ആരാണ് എനിക്ക് വേണ്ടി പോവുക? അപ്പോൾ യെശയ്യാ പറഞ്ഞു, ഞാൻ പൊക്കോളാം. പോകാന്ന് പറഞ്ഞവനോട് പറയുകയാണ്, പൊക്കോ, പക്ഷേ അവർ കാണും, പക്ഷേ മനസ്സിലാക്കത്തില്ല, അവർ കേൾക്കും, പക്ഷേ ഗ്രഹിക്കത്തില്ല. എന്താ കാര്യം? നീ ഒരു കാര്യം ചെയ്യണം. നീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും അവർ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും. അതെന്താ അങ്ങനെ? ആരെയാണ് ഞാൻ വിടുക? കർത്താവേ, ഞാൻ പോവാം. പൊക്കോ, നീ പോയി സംസാരിച്ചോ, ഞാൻ അവരെ മാറ്റാം എന്നല്ലേ പറയണ്ടേ? അങ്ങനല്ലേ പറയേണ്ടത്? അതിന് പകരം പറയാണ്, നീ പൊക്കോ, അവർ കാണും, മനസ്സിലാക്കത്തില്ല, കേൾക്കും, ഗ്രഹിക്കത്തില്ല. അവർ കണ്ണുകൊണ്ട് കണ്ട് ചെവി കൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് രക്ഷപ്പെടാതിരിക്കേണ്ടതിന് നീ എന്ത് ചെയ്യണം? അവരുടെ കണ്ണുകളെയും കാതുകളെയും അന്ധവും ബധിരമാക്കുക. അർത്ഥം ഞാൻ പറയാം. അപ്പൊ യെശയ്യാ ചോദിച്ചു, കർത്താവേ, എത്ര നാളത്തേക്ക്? അതങ്ങനെ ചെയ്യാം, എത്ര നാളത്തേക്ക്? ഉടനെ ഒരു മറുപടി വരുന്നുണ്ട്. അവിടുന്ന് അരുളി ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നത് വരെ കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിൻ്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നത് വരെ അതിലൊരു ദശാംശമെങ്കിൽ മതി. എന്നെ ശ്രദ്ധിച്ചേ, ഞാൻ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. അതായത് എന്തെന്നറിയാമോ? ഇവിടെ പറയുന്നത് ഇതാണ്. അതായത് നഗരങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും നഗരങ്ങൾ ജനവാസമില്ലാതെയും സ്ഥലങ്ങൾ ആളുകളില്ലാതെയും ആകുന്നത് വരെ. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പറയാവോ? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നഗരങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും അതുപോലെ തന്നെ സ്ഥലങ്ങളിൽ ആളുകളില്ലാതെയും ശൂന്യമാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇസ്രായേലിൽ എപ്പോഴാണ് ആളുകൾ ഇല്ലാതായത്? പ്രവാസകാലത്ത് ബാബിലോൺ അടിമത്വത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ നാട്ടിൽ, ഈ നഗരങ്ങളിൽ ആളുകളില്ലാതായത്. അപ്പോൾ പറയുകയാണ്, കേട്ടോണേ, അവരുടെ കണ്ണുകളെ അന്ധമാക്കുക, ചെവികളെ ബധിരമാക്കുക, ഹൃദയത്തെ അടച്ചു കളയുക, അവർ മാനസാന്തരപ്പെടണ്ട എന്ന് വരെ, പ്രവാസത്തിലേക്ക് പോകുന്നത് വരെ, പ്രവാസത്തിലാകുന്നത് വരെ, നാടും നഗരവും നഷ്ടപ്പെടുന്നത് വരെ, കൂടും കുടുംബവും ഇല്ലാതാകുന്നത് വരെ അവർക്കുണ്ടായിരുന്നു എന്ന് അവർ അവകാശപ്പെട്ടിരുന്നതെല്ലാം ഇല്ലാതായി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും തങ്ങളുടെ പാപങ്ങളാണ് ഇതെല്ലാം തങ്ങളുടെ തലയിൽ ചുമത്തിയതെന്നും ഈ പാപത്തെക്കുറിച്ച് അനുദപിക്കാത്തതാണ് ഈ പ്രവാസത്തിൽ എത്തിച്ചതെന്നും മനസ്സിലായി കഴിയുമ്പോൾ അവർക്ക് എന്തുണ്ടാവും? ഇത്രയും കാലം ഇല്ലാതിരുന്നൊരു സാധനം ഉണ്ടാവും, യഥാർത്ഥ അനുതാപം ഉണ്ടാവും.
യഥാർത്ഥ അനുതാപം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോണം, വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് യഥാർത്ഥമായ അനുതാപം എനിക്ക് ആവശ്യമില്ല, ഞാൻ അനുദപിക്കേണ്ട കാര്യമില്ല, ഞാൻ നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല, എനിക്ക് മാറ്റം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾ, കേട്ടോണേ, എന്ന് ചിന്തിക്കുന്ന ഒരാൾ വചനകൂടാരത്തിലിരുന്നാൽ എന്താ സംഭവിക്കാൻ പോകണമെന്നറിയാമോ? ദൈവം തന്നെ വചനം അയച്ച് അവരുടെ ഹൃദയത്തെ കഠിനമാക്കും. ഇനി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഒരു വചനകൂടാരത്തിൽ നിന്നും നിങ്ങൾക്ക് വന്നതുപോലെ തിരിച്ചു പോകാൻ പറ്റില്ല. വന്നതുപോലെ ആർക്കും തിരിച്ചു പോകാൻ പറ്റില്ല. നമ്മൾ പറയത്തില്ല അയാൾ വന്ന പോലെ തിരിച്ചു പോയെന്ന്. വന്ന പോലെ അല്ല തിരിച്ചു പോയെ. എങ്ങനെ തിരിച്ചു പോയെന്നറിയാമോ? ഒന്നുകിൽ അവരുടെ ഹൃദയം നുറുങ്ങും, അല്ലെങ്കിൽ അവരുടെ ഹൃദയം കഠിനമാവും. ഓരോ കൺവെൻഷൻ കഴിയുമ്പോഴും ഒന്നുകിൽ നമ്മൾ മാനസാന്തരപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? വന്ന പോലെ ആരും തിരിച്ചു പോകുന്നില്ല. ഒരു മനുഷ്യനും വന്ന പോലെ തിരിച്ചു പോകാൻ പറ്റില്ല. ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും ഒന്നുകിൽ നമ്മൾ മാനസാന്തരപ്പെടും, അല്ലെങ്കിൽ നമ്മൾ എന്തെന്നറിയാമോ, കേട്ട് 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 ഹൃദയം തഴമ്പാവും, പിന്നെ ഒന്നും കറത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? അനുദപിക്കാൻ തയ്യാറല്ല. എനിക്ക് നന്നാവണമെന്ന്. ഈ വചനം എൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ മരുമോക്ക് വേണ്ടിയാണ്, എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്, എൻ്റെ അയലോക്കത്തുള്ളവന് വേണ്ടി, പള്ളിക്കാരന് വേണ്ടിയാണെന്നാണ് വിചാരിക്കുന്നത് കേൾക്കുമ്പോൾ.